മക്കളെ, അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന എക്സാമിനേഷൻ ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിലുള്ള കമ്പനി ബോർഡ് LGS, ബെബ്കോ LD ഈ രണ്ട് പരീക്ഷയുടെയും കൺഫർമേഷനും ഫയർമാന്റെ കൺഫർമേഷൻ ഇപ്പോൾ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫയർമാന്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമ്മൾ എല്ലാവരും കുറേ നാളുകളായി കാത്തിരുന്നതാണ് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ കൺഫർമേഷൻ. കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ കൺഫർമേഷൻ എന്നായിരിക്കും വരിക, അതിന്റെ പരീക്ഷ എന്നത്തേക്കായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നോക്കിയേ, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ഓർ കോർപ്പറേഷൻ, അവിടേക്കുള്ള കൺഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 11/5/2026 ആണ്. അതായത് മെയ് മാസം 11-ാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓർത്ത് വെക്കുക, മെയ് മാസം 11-ാം തീയതിക്ക് മുമ്പായിട്ട് കൺഫർമേഷൻ കൊടുക്കണം. ആരും വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ എന്ത് ചെയ്തോണം, കയറി അങ്ങ് കൺഫർമേഷൻ കൊടുത്തോണം. അതേപോലെ തന്നെ സ്റ്റോർമാൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ 10th ലെവൽ പ്രിലിംസിൽ വരുന്ന മറ്റൊരു പോസ്റ്റ് ആണ് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ബെവറേജസ് കോർപ്പറേഷനിലോട്ടുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക്. അതിന്റെയും കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 11/5/2026 ആണ്. 423/2025, 618/2025, 619/2025, ഈ 3 പരീക്ഷകളുടെ കൺഫർമേഷനും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ പരീക്ഷകളുടെ, അതായത് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ, ഇതിൽ 3 പരീക്ഷകളും 10th ലെവൽ പ്രിലിംസിൽ പെടുന്നതാണ്. ഈ 10th ലെവൽ പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് ഇനി വരാനായിട്ടുണ്ട്. ഇപ്പൊ എക്സാം ഡേറ്റ് വന്നത് ഫയർമാന്റെ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കറിയാം, ഏതാണ്ട് ജൂലൈ മാസത്തോട് കൂടിയിട്ടാണ് പ്രിലിംസ് ആരംഭിക്കേണ്ടത്. അപ്പൊ ജൂലൈ മാസത്തോട് കൂടിയിട്ട് തന്നെ 10th ലെവൽ പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ മുൻപിൽ ഒരു 3 മാസത്തെ സമയം കൂടി, മെയ് ജൂൺ ജൂലൈ അല്ലെ, ഒരു 3 മാസത്തെ സമയം കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നോക്കിയടാ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 551/2025 എന്ന് പറയുന്ന 551/2025 എന്ന് പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ കൺഫർമേഷനും വന്നിട്ടുണ്ടായിരുന്നു. ആ കൺഫർമേഷന്റെ ഡേറ്റ് നോക്കിയടാ, എക്സാമിനേഷൻ ഡേറ്റ് 4/7/2026, അതായത് ജൂലൈ മാസം 4-ാം തീയതിയാണ്. ജൂൺ മാസം 20-ാം തീയതി CPO WCPOയുടെ പരീക്ഷയാണ് അല്ലെ. സിഇഒയുടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്നത് ഫയർമാൻ ആണ്. ഫയർമാന്റെ പരീക്ഷ ജൂലൈ മാസം 4-ാം തീയതി ആയിരിക്കും. 7/4 ജൂലൈ മാസം 4-ാം തീയതി ആയിരിക്കും. അപ്പൊ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും വന്നിട്ടുണ്ട്. 551/2025 കാറ്റഗറി നമ്പർ ആണ്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റും 11/5/2026 തന്നെയാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ്, അതേപോലെ തന്നെ ബെവറേജസ് കോർപ്പറേഷൻ LD, സ്റ്റോർമാൻ, ഈ തസ്തികകളിലേക്കുള്ള കൺഫർമേഷൻ കൊടുക്കാൻ ഡേറ്റ് വന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും പരീക്ഷകളിലേക്കുള്ള കൺഫർമേഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അവസാന സമയത്തേക്ക് വെക്കരുത്, നിങ്ങളുടെ അവസരം വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഈ 2 പരീക്ഷകൾക്കും, അതായത് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും നമ്മുടെ ഫയർമാനും വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് യോധ ബാച്ച്. കമ്പനി ബോർഡ് LGS, സ്റ്റോർമാൻ, അതേപോലെ തന്നെ ബിവറേജസ് LD, ഈ 3 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് യോധ ബാച്ച്. അതേപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ കാക്കി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ കാക്കി ചാപ്റ്റർ 2, അതിൽ ഫയർമാന്റെ പരീക്ഷകൾ അല്ലെ, ഫയർമാന്റെ ക്ലാസ്സുകളും അവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. അതിന് അഡ്മിഷൻ ഉടനെ തന്നെ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ബാച്ചുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ അവസാന സമയത്തേക്ക് വെക്കരുത്, കാരണം പഠിക്കാൻ ഇനി നമ്മുടെ മുൻപിൽ കുറച്ച് സമയം കൂടി ഉള്ളൂ. വളരെ ചിട്ടയോടുകൂടി പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. CPO പരീക്ഷയിൽ നമുക്കറിയാം 2-ാം റാങ്കും 11-ാം റാങ്കും 17, 19 ഒക്കെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. 27 ഒക്കെ കരസ്ഥമാക്കാൻ കഴിഞ്ഞു. സെക്കൻഡ് റേഷനിൽ 130-ലധികം റാങ്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതാ നിങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും പരീക്ഷ വന്നിരിക്കുകയാണ്. നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോടാ. നമുക്ക് ബാച്ചിൽ കാണാം.